ഹലോ. അപ്പോൾ ഇന്നുണ്ടല്ലോ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് കൊഴുവ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. കുറച്ച് വലിയ കൊഴുവയാണ്, തീരെ ചെറുതല്ല കേട്ടോ. എനിക്കുണ്ടല്ലോ തീരെ ചെറിയ കൊഴുവയൊക്കെ വാങ്ങിയിട്ട് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം ഉണ്ടല്ലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ തന്നെ കുറേ ടൈം നമ്മൾ പോകും. നമ്മൾ ഈ വൈകുന്നേരം വന്നിട്ടുണ്ടല്ലോ ഇവരെ കുട്ടികളെ പഠിപ്പിക്കണം, അതുപോലെ തന്നെ വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ കൂടെ ഈ ചെറിയ മീനും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട. പക്ഷേ എൻ്റെ ഋതുട്ടനുണ്ടല്ലോ ഈ വലിയ മീനുകളൊന്നും കഴിക്കില്ല കേട്ടോ. അവന് കുഞ്ഞി മീനുകൾ ഫ്രൈ ചെയ്യണതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിന്ന് കൊഴുവയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ അതൊന്ന് വറക്കാനും വെച്ചിട്ടുണ്ട്, കുറച്ച് മുളക് കറിയും വെക്കാം കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം കുറച്ച് ടോക്സ് ആയാലോ. അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ, കുറേ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ, കുറേ ആളുകൾ നമ്മളെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും അല്ലേ. നമ്മളുണ്ടല്ലോ ഈ ഇഷ്ടപ്പെട്ടവരോട് സംസാരിച്ച് നിൽക്കാണ്ടുണ്ടല്ലോ ഈ ഇഷ്ടപ്പെടാത്തവരെ ചെന്നിട്ട് ഇഷ്ടപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലേ ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ സമയം വെറുതെ വേസ്റ്റായി പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ പരിഗണിക്കാത്തവരെ നമ്മൾ തിരിച്ചും പരിഗണിക്കണ്ട കേട്ടോ. അല്ലാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരില്ലേ, അവരോട് നമ്മൾ നന്നായിട്ട് ചേർന്ന് നിന്ന് നോക്കി. നമ്മളെ ഈ പരിഗണിക്കാത്തവരുണ്ടല്ലോ അവരെപ്പോഴും നമ്മുടെ കുറ്റമായിരിക്കും കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ നമ്മൾ ചേർത്ത് നിർത്താൻ നോക്കിയിട്ടേ ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ നമ്മളെ പരിഗണിക്കാത്തവരെ തിരിച്ചും പരിഗണിക്കേണ്ടെന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാ അങ്ങനെ പറഞ്ഞ് മീൻകറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. കൊഴുവ ഫ്രൈയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിടാം കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പുണ്ടല്ലോ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും കേട്ടോ. അതുവരെ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കുക്കിങ്ങിനൊക്കെ എടുത്ത പാത്രങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ വെച്ച് കിച്ചണൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനിരിക്കാറ്. അപ്പോൾ ഇതാ സാമ്പാറുണ്ട്, അതുപോലെ തന്നെ നല്ല നാരങ്ങാച്ചാറുണ്ട്, ക്യാബേജ് തോരനുണ്ട്. ഇത് രാവിലത്തെ ഫുഡാണ് കേട്ടോ. സാമ്പാറും ക്യാബേജ് തോരനും, കൊഴുവ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ നല്ല മുളകിട്ട കൊഴുവക്കറിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഊണ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.